नमस्कार दोस्तों, नुनेश जी के आज के झूठ में आप सभी का स्वागत है. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് ആയിട്ടാണ് CPM സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. CPMനെതിരായി എല്ലാ ആക്ഷേപങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് വഴി തിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്ത്രിയെ അറസ്റ്റ് ചെയ്താണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ്. തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തെളിവും പിന്നെ ശേഖരിച്ചതായും SIT പറഞ്ഞിട്ടില്ല. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള SITയുടെ അപ്പീലിലാണ് നോട്ടീസ്. തെളിവില്ലെന്ന് വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്ക് സ്റ്റേ. തെളിവില്ലെന്ന് വിചാരണ കോടതിയുടെ പരാമർശങ്ങൾക്ക് സ്റ്റേ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം ദേവരാജ്, അങ്ങനെ തന്ത്രിയുടെ ജാമ്യം അനുവദിച്ചുകൊണ്ട് വിചാരണ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ നമ്മളെ ബന്ധപ്പെടുത്തിയതാണ്. ഒരു കോടതി വിധി ഈ കേസിൽ പറയുന്നതിന് സമാനമായ രീതിയിൽ വെറുട്ടിലേക്ക് കടന്നാണ് അവിടെ വിധി പ്രസ്താവം പോലെ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. അത് വളരെ വിചിത്രവുമായിരുന്നു. ഇപ്പോൾ ആ പരാമർശങ്ങൾക്ക് സ്റ്റേ വന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തന്ത്രി വീണ്ടും കുരുക്കിലേക്കാണോ? ശ്യാം ദേവരാജ്, അങ്ങനെ തന്നെയാണ്.